എനിക്ക് നല്ലൊരു ഇയർബഡ് വേണം. എൻ്റെ ബജറ്റ് 2500 രൂപയാണ്. ഞാൻ നെറ്റിലൊക്കെ കുറേ അധികം സെർച്ച് ചെയ്തു. പക്ഷേ ഏറ്റവും അവസാനം സോർട്ട് ഔട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ബോട്ട് നിർവാൺ അയോൺ ANC, റിയൽമി ബഡ്സ് T300 ഈ രണ്ട് പ്രോഡക്റ്റുകളിലെത്തി. പക്ഷേ ഇതിനകത്ത് ഏത് വാങ്ങിച്ചാലായിരിക്കും വർത്ത് ബൈങ് ആകുക? ഡ്യൂറബിൾ ഏതിനായിരിക്കും കൂടുതൽ? ഇനി അതല്ല സർവീസിൻ്റെ ആ ഒരു കാര്യത്തിൽ ഏതായിരിക്കും ബെറ്റർ? മൈ ക്വാളിറ്റി, മ്യൂസിക് ക്വാളിറ്റി, ലോ ലേറ്റൻസി ഏതായിരിക്കും ബെറ്റർ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് കൺഫ്യൂഷൻ ആണോ നിങ്ങൾക്കുള്ളത്? എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടോളൂ. കാരണം ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. രണ്ട് പ്രോഡക്റ്റുകളുടെ ഒരു കമ്പാരിസൺ ആണ്. എന്തായാലും രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കാണിച്ച് നിങ്ങളെ കമ്പയർ ചെയ്യാനായിട്ടുള്ളൊരു നിർവാഹം ഇപ്പോൾ ഇല്ല. കാരണം രണ്ടും ഡീപ് സ്റ്റോർ വരെ അങ്ങോട്ട് സെയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, വാച്ച് സ്ട്രാപ്പുകൾ, ഇയർബഡ് കേസസ്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, എയർപോഡ്സിന്റെ ഒക്കെ മാസ്റ്റർ കോപ്പി എല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോർ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ബേസിക് ആയിട്ട് നോക്കുവാണെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് എന്നിങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളും കിട്ടുക. എന്നാൽ നിർവാൺ അയോൺ ANC വരണമെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷ് കേസ് ആണ്. പക്ഷേ റിയൽമി T300 വരണമെങ്കിൽ ബ്ലാക്ക് ഒരു മാറ്റ് ഫിനിഷും വൈറ്റ് ഒരു ഗ്ലോസി ആണ്. പിന്നെ ഒരു കേസ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ ഗ്ലോസി മാറ്റും ഒക്കെ. എന്തായാലും നമ്മുടെ ദീപ് സ്റ്റോറിലും മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് കിട്ടും. പ്രത്യേകിച്ച് ആമസോണിലൊക്കെ വിൽക്കുന്നതിനേക്കാളും 100 രൂപ ഡിസ്കൗണ്ടിലാണ് നമ്മൾ സെയിൽ ചെയ്തത് വിത്ത് ഫ്രീ ഡെലിവറി. പ്രീമിയം ക്വാളിറ്റി കേസ് കവറാണ് T300. എന്നാൽ നമ്മുടെ നിർവാൺ അയോണിന് നല്ല ബെസ്റ്റ് ക്വാളിറ്റി കേസ് കവറാണ്. പ്രീമിയം അല്ലെന്നേ ഉള്ളൂ, പക്ഷേ ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. അൺഫോർച്ചുനേറ്റ്ലി നിർവാൺ അയോൺ ANCയുടെ സ്റ്റോക്ക് രണ്ടാമത് വന്നതും അങ്ങോട്ട് തീർന്നു, പെട്ടെന്ന് തീർന്നു, ചൂടൊപ്പം വിറ്റ പോലെ. എന്തായാലും അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റോക്ക് വരാൻ വെയിറ്റ് ചെയ്യണം. പക്ഷേ T300 അവൈലബിൾ ആണ്. എന്തായാലും T300 ഉള്ളവരായാലും നിർവാൺ അയോൺ ANC ഉള്ളവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പ്രോഡക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ സാധനത്തിന് എത്ര രൂപയാണെന്നൊക്കെ അവിടെ നമുക്ക് ഡീൽ ചെയ്യാം. ഇനി നമ്മുടെ ബാറ്ററി ആൻഡ് പ്ലേ ബാക്ക് ടൈം നോക്കുവാണെങ്കിൽ നിർവാൺ അയോൺ 600 mAh ബാറ്ററി കപ്പാസിറ്റിയോട് വരുന്നത് 120 മണിക്കൂറാണ് വിത്തൗട്ട് ANCയിൽ നമുക്ക് പ്ലേ ടൈം കിട്ടുന്നത്. എന്നാൽ ANC അങ്ങോട്ട് ഓൺ ആക്കുവാണെങ്കിൽ അത് 100 മണിക്കൂറിലേക്ക് പോകും. 2.5 hours ആണ് 100% ചാർജ് ആകാൻ എടുക്കുന്ന സമയം. കൂടാതെ 5V2A 10 വാട്ട്സിന്റെ അഡാപ്റ്ററാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. 200 മണിക്കൂർ സ്റ്റാൻഡ് ബൈയും കിട്ടും. റിയൽമി ബഡ്സ് T300 വരണമെങ്കിൽ അവിടെ 400 mAh ബാറ്ററി കപ്പാസിറ്റി ആണ്. അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 7 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടും. കൂടാതെ 5V2A 10 വാട്ട്സിന്റെ അഡാപ്റ്റർ തന്നെയാണ് റിയൽമിയും റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ പോലും അതിനകത്ത് ഔട്ട്പുട്ട് 5V2A ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വെച്ച് ചാർജ് ചെയ്യാം. കാരണം ഈ രണ്ടെണ്ണത്തിലും ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇയർബഡിന്റെ ഇൻപുട്ട് ഏതാണോ അത് മാത്രമായിരിക്കും അന്ന് അങ്ങോട്ട് എടുക്കുക. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫാസ്റ്റ് ചാർജർ എന്നുള്ള സംഭവത്തിൽ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഒരു വർഷം വാറണ്ടി ഉണ്ടെങ്കിലും എന്തൊക്കെയൊക്കെ പ്രശ്നം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് വളരെ കുറവുമാണ്. എന്തായാലും ഇവിടെ നമ്മുടെ പ്ലേ ടൈമിന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും ബോട്ടിന്റെ നിർവാൺ അയോൺ ANC തന്നെയാണ് കുറച്ച് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു 400ഉം 600ഉം തമ്മിലുള്ള mAh ഡിഫറൻസ് ഇത്രയും ഡിഫറൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പൊതുവെ എല്ലാവരും പറയുന്നത് ഈ ഒരു ബോട്ടിന് ഇത്തിരി തള്ളൽ കൂടുതലാണ്. കാരണം 100 കിട്ടത്തില്ല അല്ലെങ്കിൽ 120 കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ തന്നെ ഉറപ്പായിട്ടും നമ്മൾ പ്രോഡക്റ്റ് അങ്ങോട്ട് വാങ്ങിച്ച് കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, റിയൽമി T300നെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലേ ടൈം ഉറപ്പായിട്ടും നിർവാൺ അയോൺ ANCയിൽ കിട്ടും കേട്ടോ. ഇനി രണ്ട് പ്രോഡക്റ്റുകളിലും നമ്മുടെ ഇൻസ്റ്റാ വേക്കൻ പേ ടെക്നോളജി ബോട്ടിലുള്ളത് പോലെ തന്നെ ഉണ്ട്. അതായത് ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയറിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവും. കൂടാതെ ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഉണ്ട്. ഇപ്പോൾ പെയർ ചെയ്യാനായിട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ എയർപോഡ്സ് പ്രോ ഒക്കെ നമ്മൾ ആപ്പിളിൽ കണക്കെത്തില്ലേ, അതേപോലെ വിൻഡോ ഓപ്പൺ ആയൊക്കെ വരും. സോ അതൊക്കെ എന്താ പറയുക ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇയർബഡിലേക്ക് വരണമെങ്കിൽ ഡിസൈൻ്റെ കാര്യത്തിൽ രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ കുറച്ച് ബൾക്കിയാണ് ആക്ച്വലി നമ്മുടെ നിർവാൺ അയോൺ ANC. അതുകൊണ്ട് തന്നെ ചെറിയ ചെവികൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇയർ പെയിൻ ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വെയറിംഗ് കംഫർട്ട് ഉറപ്പായിട്ട് നമ്മുടെ റിയൽമി ബഡ്സ് T300 ആയിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് നമ്മുടെ നിർവാൺ അയോൺ ANC വരുന്നത്. 4.9 grams ആണ് വെയിറ്റ്. 70 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ 24 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം വിത്ത് ANC. എന്നാൽ വിത്തൗട്ട് ANCയിൽ പോലും നമുക്ക് 20 മണിക്കൂർ കിട്ടും. T300 വരണമെങ്കിൽ 12.4mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. അപ് ടു 8 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന സിംഗിൾ പ്ലേ ടൈം. ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ. എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ വെയിറ്റ് എത്രയാണ് ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും ആ ഒരു കാര്യത്തിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ ബോട്ടാണ് എപ്പോഴും എല്ലായിടത്തും എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് 12.4mm എന്ന് പറയുമ്പോഴത്തേക്ക് T300 കുറച്ചുകൂടി ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടെ കിട്ടുക. ഇനി മൈക്കിന്റെ കാര്യത്തിലേക്ക് വരണമെങ്കിൽ ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ് രണ്ടെണ്ണത്തിലും. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 2 മൈക്ക് വീതം കാണാം. പിന്നെ ഓൾറെഡി ഈ ഒരു മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ ലോ ലേറ്റൻസി ഒക്കെ തന്നെ ഇവരുടെ ഡെഡിക്കേറ്റഡ് വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ അതിൽ മനസ്സിലാവും. എന്തായാലും രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാവേ. പിന്നെ ടൈം സ്റ്റാമ്പ് ഓരോ വീഡിയോയിലും കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൈക്ക് ക്വാളിറ്റി ആണ് കാണുന്നെങ്കിൽ അതങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ അത് കാണാം. അതേപോലെ തന്നെ ലോ ലേറ്റൻസി ആണ് കാണേണ്ടതുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത് കണ്ടാൽ മതി. ഫുള്ള് വീഡിയോ കാണേണ്ട ഒരു ആവശ്യമില്ലേ. കൂടാതെ ഇതിൽ ഡ്യുവൽ പെയറിംഗ് ഉണ്ട്. അതായത് അറ്റ് എ ടൈം നമുക്ക് ഒരു മൊബൈലിൽ, ലാപ്ടോപ്പിൽ അതുപോലെ
തന്നെ രണ്ട് മൊബൈൽ ഒരുമിച്ചൊക്കെ അങ്ങോട്ട് കണക്ട് ചെയ്യാനും ഒക്കെ ഈ രണ്ട് പ്രോഡക്റ്റുകൾക്കും പറ്റും. IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊഡക്ഷൻ നമ്മുടെ നിർവാണയിൽ വരുമ്പോഴത്തേക്ക് T300 വരുമ്പോൾ IP55 ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.2 നിർവാണയിൽ വരുമ്പോഴത്തേക്ക് 5.3 ആണ് നമ്മുടെ T300. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ഹയർ വേർഷനാണ് നമ്മുടെ T300 കാണാൻ സാധിക്കുന്നത്. പിന്നെ രണ്ടിലും നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അപ് ടു 32 dB ആണ് നിർവാണയിൽ, എന്നാൽ 30 dB മാത്രമേ ഉള്ളൂ T300. ഒരു 2 dB കൂടുതലാണ് നമ്മുടെ നിർവാണ അയോൺ ANCയിൽ. പക്ഷേ ഞാൻ പറയണത് ഇപ്പോൾ 32 ആയാലും 30 ആയാലും നിങ്ങൾ ഔട്ട്സൈഡിൽ പോയിട്ട് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ ഓൺ ആയോ ഇല്ലയോ എന്ന് പോലും മനസ്സിലാവത്തില്ല. പിന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് അറിയാവോ? ഇവരുടെ ഇതിലൊരു വോക്കൽ സംഭവം വരും, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രമാണിത് ഓൺ ആയി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഔട്ട്ഡോറിൽ വന്നിട്ട് നമ്മളിത് ഓൺ ആക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഈ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഈ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കൊണ്ട്, അല്ലാണ്ട് വേറെ ഒരു ഉപയോഗമല്ല. സോ ANC ഉണ്ടെന്നുള്ള രീതിക്ക് നിങ്ങളിത് രണ്ടും മേടിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. പിന്നെ ഇതിലെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വേണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. സോ AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ 100% പാട്ടപ്പോഴും യാതൊരുവിധ ഡിസ്ട്രക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 99.9% പാട്ടുകളിലും. ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് എന്ന് പറയുന്ന EQ മോഡ് നമ്മുടെ നിർവാണ അയോണിലേക്ക് വരുമ്പോഴത്തേക്ക് 360° സ്പേഷ്യൽ ഓഡിയോ, അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടാണ് നമ്മുടെ T300. സോ രണ്ടും എന്താ പറയുക ഒരേ കണക്കുള്ള ഒരു സൗണ്ട് എഫക്റ്റ് തന്നെയാണ് തരുന്നത്. ഇപ്പോൾ ഈ ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ആണെങ്കിലും നമ്മുടെ 360° സ്പേഷ്യൽ ഓഡിയോ അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആണെങ്കിലും. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഏത് വാങ്ങിച്ചാലും നല്ലതായിരിക്കും. പിന്നെ ബേസ് ലെവൽ ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ബെറ്റർ നിർവാണ അയോൺ ആയിരിക്കും. നിർവാണ അയോണും അയോൺ ANCയും തമ്മിലുള്ള ഓൾറെഡി ഒരു കമ്പാരിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിർവാണ അയോണാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ബേസ് നിർവാണ അയോൺ ANCനേക്കാളും. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നിർവാണ അയോൺ ANC ആണോ T300 ആണോ ഇതിലേതാണ് ബെറ്റർ ബേസ് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും നിർവാണ അയോൺ ANCയിലായിരിക്കും. കാരണം ബേസിനാണ് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് ബോട്ട്. എന്നാൽ റിയൽമി എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിന് പ്രാധാന്യം ഉണ്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് ബേസ് ഉണ്ട്, എന്നാൽ ഒരു നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ളത് നമ്മുടെ റിയൽമിയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റും റിയൽമിയുടെ T300 തന്നെയാണ്, നിർവാണ അയോൺ ANCനേക്കാളും കേട്ടോ. അതിന്റെ പേഴ്സണലുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ നിർവാണ അയോൺ ANCയിൽ മാത്രമുള്ള ഒരു സംഭവമാണ് T300 ഇല്ല ഇൻ ഇയർ ഡിറ്റക്ഷൻ. അതായത് പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇയർബഡ് ഊരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പോസ് ആവും, വീണ്ടും നമ്മൾ അങ്ങോട്ട് ചെവിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പ്ലേ ആവും. സോ ആ ഒരു കാര്യം കൂടി നമ്മുടെ T300 ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. കൂടാതെ ഹിയറബിൾ ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിർവാണ അയോണിലുണ്ട്. നമ്മുടെ റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ റിയൽമി ലിങ്ക് ആപ്പ്. രണ്ടിലും നമുക്ക് EQ ഒക്കെ ചേഞ്ച് ചെയ്യാം. അതിൽ നമുക്ക് EQ മോഡ്സും അതും ഒക്കെ എല്ലാം നമുക്ക് ഓരോന്ന് ഓൾറെഡി അറിയാലോ. ആ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. എന്തായാലും iOS ഈ രണ്ട് ആപ്പുകളും സെറ്റ് ആവുമോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ആവുമോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഞാൻ പൊതുവെ ആൻഡ്രോയിഡിലാണ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ iOS നോക്കിയിട്ടില്ല. സോ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഒക്കെ തന്നെ iOS ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമന്റ് ആയിട്ടിടണേ. കൂടാതെ ഗെയിമിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ 60 ms ലോ ലേറ്റൻസി മോഡാണ് നിർവാണ അയോൺ ANCയിൽ, എന്നാൽ 50 ms ഒരു 10 ms കൂടെ കുറവാണ് നമ്മുടെ T300. ഉറപ്പായിട്ടും എത്ര MS കുറയുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു ലാഗ് ഫ്രീ ഗെയിം എക്സ്പീരിയൻസ് കിട്ടുക. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും T300 ആണ് കുറച്ച് ബെറ്റർ. പിന്നെ ജസ്റ്റ് 10 സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൂടുതൽ പറയാനും പറ്റത്തില്ല കേട്ടോ. സോ രണ്ടും ഒക്കെ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആയിരിക്കും. എന്തായാലും ആ ഒരു ഗെയിം ടെസ്റ്റും നിങ്ങൾ അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബോട്ട് നിർവാണ അയോൺ ANC അല്ലെങ്കിൽ റിയൽമി ബഡ്സ് T300 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സ്പെക് വൈസ് നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഏത് വാങ്ങിച്ചാലായിരിക്കും നമുക്ക് വർത്ത് ബൈങ് ആകുക? ഞാൻ പറയുന്നത് നിങ്ങളൊരു പ്ലേ ടൈം ആണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേസ് ലെവൽ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ നിർവാണ അയോൺ ANCയിലേക്ക് പോവുക. എന്നാൽ വെയറിംഗ് കംഫർട്ട്, ഓവറോൾ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി, പ്രീമിയം ഫീൽ ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ T300 പോവുക. കാരണം കുറച്ച് ബെറ്റർ ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ T300 ആണ്. പക്ഷേ അവിടെ 40 മണിക്കൂർ മാത്രമേ നമുക്ക് പ്ലേ ടൈം കിട്ടത്തുള്ളൂ. പിന്നെ സിംഗിൾ പ്ലേ ടൈം ആണെങ്കിൽ പോലും 8 മണിക്കൂർ. ഇവിടെ നിർവാണ അയോൺ ANCയിലേക്ക് വരുവാണെങ്കിൽ അവിടെ 100 മണിക്കൂർ ANC ഓൺ ആക്കുകയാണെങ്കിൽ പോലും നമുക്ക് കിട്ടും. കൂടാതെ 20 മണിക്കൂർ നമുക്ക് ഒരു ഒറ്റ സിംഗിൾ പ്ലേ ടൈമിൽ കിട്ടും. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും പ്ലേ ടൈം നിങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സംഭവം മാത്രമെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി നിർവാണ അയോൺ ANCയിലേക്ക് വയ്ക്കുള്ളൂ. പക്ഷേ ഒരൊറ്റ കാര്യം, വെയറിംഗ് കംഫർട്ട് അത് നിങ്ങളൊന്ന് സൂക്ഷിക്കുക. കാരണം ചില ആൾക്കാർക്ക് വെയറിംഗ് കംഫർട്ട് ഇല്ല, ഇയർ പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ചെവി നൂരിപ്പോകാനായിട്ടുള്ള ചാൻസ് ചെറിയ ചെവികളുള്ളവർക്കും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ സാധനം കൈ കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇപ്പോൾ വെയറിംഗ് കംഫർട്ടിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ പെട്ടുപോയി എന്നുള്ളൊരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് മാത്രം വാങ്ങിക്കുക. എന്നാൽ പോലും വീണ്ടും പറയാനുള്ളത്, നിങ്ങളൊരു ബേസ് ലെവറാണ്, പ്ലേ ടൈം ആണ് കൂടുതൽ വേണമെങ്കിൽ
ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിർവാണ അയോൺ ANC തന്നെയായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഞാൻ ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ ഏത് മേടിക്കുന്നു വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും റിയൽമി T300 തന്നെയാണ്. നിങ്ങൾ എന്നോട് ഇപ്പോൾ 2500 ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു T300 തന്നെയായിരിക്കും. കാരണം ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റ് ഒരു 300 തന്നെയാണ്. പ്രത്യേകിച്ച് വെയറിംഗ് കംഫർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, മ്യൂസിക് ക്വാളിറ്റി എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട T300 ആണ്. പിന്നെ പേഴ്സണലി എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവ്, അതായത് എൻ്റെ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കില്ല നിങ്ങൾക്ക്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ നിർവാണ അയോൺ ANC ആയിരിക്കും. ഇപ്പോൾ അതായത് ഓൾറെഡി നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം, അതിപ്പോൾ റിയൽമി T300 ആണോ അല്ല നിർവാണ അയോൺ ANC ആയിക്കോട്ടെ, അതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ആയിട്ടുണ്ടായി. കാരണം പുതുതായിട്ട് വാങ്ങിക്കാൻ പോകുന്നവർക്ക് അത് യൂസ്ഫുൾ ആവും. ഞാൻ പറയുന്നതിനേക്കാളും ചിലപ്പോൾ ബെറ്റർ ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലോ, സോ ഉറപ്പായിട്ടും അത് നല്ലതല്ലേ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഉറപ്പായിട്ടും അത് കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിർവാണ അയോൺ ANC അതുപോലെ തന്നെ റിയൽമി ബഡ്സ് T300 ഏത് വാങ്ങിച്ചാൽ വത് ബൈങ് ആകും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻ്റ് ആയിട്ട് ഇട്ടുള്ളൂ. ഞാനൊക്കെ ആ ഒരു കമന്റിന് റെസ്പോണ്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.